വളപ്രയോഗം എപ്പോഴും സമീകൃതമായിരിക്കണം. രാസവളങ്ങളെ മാത്രം ആശ്രയിച്ച് നമുക്ക് വളം ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ജൈവവളം മാത്രം ആശ്രയിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമുക്ക് ജൈവവളങ്ങളിൽ നമുക്ക് ലഭ്യമായ ന്യൂട്രിയൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ന്യൂട്രിയൻസ് കൂടുതലുള്ള രാസവളങ്ങൾ ചേർത്ത് വേണം നമുക്ക് എപ്പോഴും വളപ്രയോഗം ചെയ്യാൻ. ആദ്യമായിട്ട് നമുക്ക് ജൈവവളങ്ങളെ നോക്കാം. നമുക്ക് ലഭ്യമാണെങ്കിൽ കമ്പോസ്റ്റോ കാലിവളമോ അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മണ്ണിലെ പോറോസിറ്റി കൂടും, വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി കൂടും. അങ്ങനെയുള്ള മണ്ണിൻ്റെ ഘടകങ്ങൾക്ക് വേണ്ടതായ ഒരു മണ്ണെന്ന ഉള്ള ഘടകങ്ങൾക്ക് വേണ്ടതായ സാധനങ്ങളെല്ലാം കൈവരികയും അതുവഴി ചെടികളുടെ മണ്ണ് ഇമ്പ്രൂവ് ചെയ്യുകയും അതിനനുസരിച്ച് അതിൻ്റെ മാറ്റം വിളകൾക്ക് കാണുവാനും സാധിക്കും. രാസവളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും അടങ്ങിയ വളങ്ങൾ നമ്മൾ ഒന്നായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റത്തവണയായിട്ടല്ല കൊടുക്കേണ്ടത്, പരമാവധി സ്പ്ലിറ്റായിട്ട് നമ്മൾ കൊടുക്കണം. ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നതോടൊപ്പം മറ്റ് വളങ്ങൾ 2 or 3 സ്പ്ലിറ്റായിട്ട് തന്നെ നമുക്ക് കൊടുക്കണം. കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർ ചെയ്യുന്നത്, ചെടിയുടെ ചുവട്ടിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും കാണുന്നത്. നമ്മൾ ഈ തടം തുറന്നിട്ട് ഒരു 3/4 മീറ്റർ വിട്ടിട്ട് ഫീഡർ റൂട്ട് കൂടുതലായി കാണുന്ന പ്രദേശങ്ങളിൽ വേണം നമ്മൾ ഇത് പല സ്പ്ലിറ്റുകളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പിന്നെ വേണ്ടത് സെക്കൻഡറി ന്യൂട്രിയൻസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. അപ്പം കേരളത്തിൽ സൾഫറിൻ്റെ ഡെഫിഷ്യൻസി സാധാരണ കണ്ടുവരാറില്ല. കാരണം ഫാക്ടംഫോസ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് സൾഫർ ഡെഫിഷ്യൻസി അധികം കാണിക്കാറില്ല. എന്നാൽ കാൽസ്യത്തിൻ്റെയും ബോറോൻ്റെയും ഡെഫിഷ്യൻസി കൂടുതലായി നമുക്ക് തെങ്ങ് കൃഷി കാണും. അതുപോലെ മഗ്നീഷ്യം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ മഗ്നീഷ്യം നൈട്രേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മഗ്നീഷ്യം വളം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കാൽസ്യം മിക്കവരും വരെ നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കുകയാണല്ലോ. അപ്പോൾ കാൽസ്യം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. എന്നാൽ നമ്മൾ കുമ്മായത്തിലൂടെ ചെടികൾക്ക് എടുക്കുന്ന കാൽസ്യം വളരെ പരിമിതമാണ്. അപ്പോൾ ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ കാൽസ്യത്തിൻ്റെ കൂടെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന ഒന്നാണ് നൈട്രജൻ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബോറോൺ. ഈ കാൽസ്യത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഉൽപാദന വർധന ഉണ്ടാകുക, നാരുകട്ടി കൂട്ടുക, പെസ്റ്റ് ആൻഡ് ഡിസീസിനെ ചെറുക്കുക, രോഗപ്രതിരോധത്തെ നമുക്ക് അതിജീവിക്കുക എന്ന് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതുപോലെ ബോറോൺ ആണെങ്കിൽ നമുക്ക് തെങ്ങിനെ നമുക്കറിയാം ചിങ്ങ കൊഴിച്ചിലടക്കം ഓലകളുടെ ശരിയായ രീതിയിലുള്ള വളർച്ചയ്ക്കും എല്ലാം ഈ ബോറോൺ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതുപോലുള്ള വളങ്ങൾ നമ്മൾ യഥാവിധി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും.